ഇത്രയും വേനൽ ചൂട് കടുക്കുന്ന സമയത്ത് പോലും ജനങ്ങൾ പല ബൂത്തുകളിലും ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നീണ്ട നിര തന്നെയാണ് ചില ബൂത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം ഒന്ന് മന്ദഗതിയിലേക്ക് പോയെങ്കിലും ഇപ്പോൾ കനത്ത പോളിംഗ് തന്നെയാണ് പല മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യം? ദേവിക, സംസ്ഥാനത്തെ വോട്ട് ശരാശരിയോടൊപ്പം തന്നെയും ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് കൊല്ലത്തെയും പോളിംഗ് പ്രകടനം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ന് കൊല്ലത്ത് അതിതീക്ഷ്ണമുണ്ട്, യെല്ലോ അലർട്ടുണ്ട്. എന്നിട്ട് കൂടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഭേദപ്പെട്ട പോളിംഗ് നില ഏതാണ്ട് 40% നിൽക്കുകയാണ് ഇപ്പോൾ കൊല്ലത്തെ ഈ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം വാടി കടപ്പുറത്തുള്ള സെൻറ് ആൻ്റണീസ് UP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെയും ഭേദപ്പെട്ട രീതിയിൽ തന്നെ ആളുകൾ എത്തുന്നുണ്ട്. ഒരു കടൽത്തീര പ്രദേശമാണ്, അവിടെയും ആളുകൾ എത്തി കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അധികം സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെയാണ് കൊല്ലത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമുക്കറിയാൻ കഴിയുന്നതനുസരിച്ചിട്ട് പുത്തൂർ പവിത്രേശ്വരം ഭാഗത്ത് കൈതക്കോട് വടക്ക് ഒരു ബൂത്തിൽ ഈ CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി, ചെറിയ രീതിയിൽ സംഘർഷമുണ്ടായി, പിടിച്ചുതള്ളലൊക്കെ ഉണ്ടായെന്ന് നമ്മൾ അറിയുന്നു. പൊതുവെ ശാന്തമാണ് കൊല്ലത്ത്, കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് പോളിംഗ് വോട്ട് രേഖപ്പെടുത്തുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ കൊല്ലം ചവറ തെക്കും ഭാഗം ഒരു ബൂത്തിൽ ഒരു മാനസിക വൈകല്യമുള്ള ഒരാൾ ഒരു സ്ലിപ്പുമായി എത്തി വോട്ട് ചെയ്തു എന്നുള്ള ഒരു സംഭവമുണ്ടായി. പിന്നീട് അത് പ്രിസൈഡിംഗ് ഓഫീസറൊക്കെ ഇടപെട്ട് അത് റദ്ദ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഒരു മാനസിക പ്രശ്നമുള്ള ഒരാൾ ചെയ്ത കാര്യം എന്ന് മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ചെറിയ ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കൊല്ലത്ത് പൊതുവെ ഈ പോളിംഗ് ദിവസത്തിൽ കാര്യങ്ങൾ സമാധാനപരമാണ്. വോട്ടിംഗ് ശതമാനവും ഭേദപ്പെട്ട നിലയിൽ തുടരുന്നുണ്ട്. ദേവിക, കൊല്ലത്ത് നിന്ന് ചേർന്നത് പ്രജിത്ത.